തേർഡ് സെമിസ്റ്റർ BSc കോംപ്ലിമെന്ററി സ്റ്റാറ്റിസ്റ്റിക്സിന്റെ റിവിഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ പേപ്പറിന്റെ ഡിസ്ട്രിബ്യൂഷനും കുറേ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻസും. അതിൽ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനുകളിൽ നമ്മൾ ആദ്യം നോക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, എങ്ങനെയാണത് ഡിഫൈൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ എക്സ്, അതെടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 etc. up to n ആണ്, where n is a finite positive integer, and its PMF is given by f of x is equal to, f of x എന്ന് പറഞ്ഞാൽ by definition it is probability that capital X is equal to small x ആണ്. അതായത് നമ്മുടെ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സ് സ്മോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റിനെയാണ് നമ്മൾ PMF എന്ന് പറയാറ്. ആൻഡ് ഇൻ ദിസ് കേസ് ദിസ് PMF is equal to NCX P raised to x Q raised to n minus x, where x is equal to 0, 1, 2, 3 up to n. And ഇവിടെ ഒരു p കാണുന്നുണ്ട്. p is a probability value that is lying between 0 and 1. ഇതിന്റെ വാല്യൂ 0 1 ആവാൻ പാടില്ല. ആൻഡ് q is equal to 1 minus p. ആൻഡ് p plus q 1 ആണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് p യും q നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ PMF ഉള്ള ഒരു റാൻഡം വേരിയബിളിനെ നമ്മൾ പറയും ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്ന്. അപ്പൊ ഇവിടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, എന്നും പിയും ആണ്. അപ്പം ഇഫ് ദ PMF ഓഫ് എ റാൻഡം വേരിയബിൾ ഇസ് ഓഫ് ദിസ് ഫോം, വിൽ സേ ദ റാൻഡം വേരിയബിൾ എക്സ് ഫോളോസ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n, p. ഇങ്ങനെയാണ് നമ്മളത് എഴുതുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏത് തരം റാൻഡം വേരിയബിൾസ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കാം. അതായത് നമ്മളൊരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാണ്. ആ റാൻഡം എക്സ്പെരിമെന്റിന്റെ ഔട്ട്കമ്മുകളെ നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്, അതായത് സക്സസ് എന്നും ഫെയിലിയർ എന്നും രണ്ടായിട്ട് ഔട്ട്കമ്മുകളെ ക്ലാസിഫൈ ചെയ്യാനുള്ള പറ്റുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇങ്ങനത്തെ റാൻഡം എക്സ്പെരിമെന്റുകൾ നമ്മൾ ബെർണോളി ട്രയൽസ് എന്ന് പറയും. അങ്ങനെയുള്ള റാൻഡം എക്സ്പെരിമെന്റിന്റെ ട്രയലുകളെ നമ്മൾ എന്ത് പറയും? ബെർണോളി ട്രയൽസ് എന്ന് പറയും. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിന്റെ ഔട്ട്കമ്മുകളെ സക്സസ് എന്നും ഫെയിലിയർ ആയിട്ടും നമുക്ക് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ കോയിൻ ടോസ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് സക്സസും ഫെയിലിയറുമായിട്ട് ഹെഡിനെയും ടെയിലിനെയും എടുക്കും. അപ്പൊ ഡൈ ത്രോ ചെയ്യുകയാണെങ്കിൽ വിചാരിക്കും, അപ്പൊ ഞാൻ ഇപ്പൊ സക്സസ് ആയിട്ട് കണക്കാക്കുന്നത് 4 എന്ന് പറഞ്ഞ നമ്പർ കിട്ടുകയാണെങ്കിൽ ഫെയിലിയർ ആയിട്ട് നമുക്ക് എന്ത് എടുക്കാം? 4 കിട്ടാത്ത 5 കേസുകൾ, 1, 2, 3, 5, 6 ഇതൊക്കെ ഫെയിലിയേഴ്സ് ആയിട്ട് എടുക്കും. അപ്പൊ ഔട്ട്കമ്മുകളെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യാനുള്ള ഒരു റാൻഡം എക്സ്പെരിമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. വിത്ത് പ്രോബബിലിറ്റി P is equal to പ്രോബബിലിറ്റി ഓഫ് സക്സസ്. P എന്ന് പറയുന്നത് അവിടെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. അപ്പൊ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു പാരാമീറ്റർ ആണ് P. അതെന്താണ്? ഇങ്ങനെ ഒരു ബെർണോളി ട്രയൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് അവിടുത്തെ P. ഞാൻ ഇനി ഈ റാൻഡം എക്സ്പെരിമെന്റിനെ ഞാൻ n ടൈംസ് റിപ്പീറ്റ് ചെയ്യാണ്, n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ റാൻഡം എക്സ്പെരിമെന്റിനെ ഞാനിപ്പോൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പ്രാവശ്യം സക്സസുകൾ കിട്ടും, കുറച്ച് പ്രാവശ്യം ഫെയിലിയേഴ്സും വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു റിപ്പീറ്റേഷൻസ് ആണ് ഞാൻ നടത്താൻ പോകുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് സക്സസുകളുടെ എണ്ണം എത്ര വരുന്നു എന്നാണ്. അപ്പൊ കുറെ സക്സസുകൾ വന്നിട്ടുണ്ടോ, കുറെ ഫെയിലിയേഴ്സ് വന്നിട്ടുണ്ടോ. ഞാനപ്പോ എന്റെ റാൻഡം വേരിയബിൾ ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് ദി റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് സക്സസസ്. നമ്പർ ഓഫ് സക്സസുകളുടെ എണ്ണമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എക്സ്, ദ നമ്പർ ഓഫ് സക്സസസ്, വിൽ ഫോളോ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n, p. അപ്പൊ എങ്ങനത്തെ റാൻഡം വേരിയബിൾസ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്? ഒരു സക്സസ് എന്നും ഫെയിലിയർ എന്നും നമുക്ക് ക്ലാസിഫൈ ചെയ്യാവുന്ന ഔട്ട്കംസ് ഉള്ള ഒരു റാൻഡം എക്സ്പെരിമെന്റ്. അതിനെ നമ്മൾ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന സക്സസുകളുടെ എണ്ണം, ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ വരികയാണെന്ന് വിചാരിക്കാം. അതായത് നമ്മളോട് പറയുന്നു ഒരു കോയിനെ നമ്മൾ 4 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. കോയിൻ ഇസ് ടോസ് 4 ടൈംസ്. അപ്പൊ ഇപ്പൊ നമ്മൾ എന്താ നടത്തിയിരിക്കുന്നത്? കോയിൻ ടോസിങ് എന്ന് പറഞ്ഞാൽ ഒരു ബെർണോളി ട്രയൽ ആണ് അല്ലെ. അവിടെ ഹെഡ് കിട്ടാം, ടെയിൽ കിട്ടാം. സക്സസും ഫെയിലിയറും വിത്ത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ്, അതിന് സ്മോൾ ലെറ്റർ p കൊണ്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. അപ്പൊ ഇങ്ങനെ ഒരു റാൻഡം എക്സ്പെരിമെന്റ് ഞാൻ n ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ 4 ടൈംസ് റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് n ഇവിടെ എത്രയാണ്? 4 ആണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ സക്സസുകളുടെ എണ്ണം, ഇപ്പൊ ഈ കേസിലെ സക്സസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഹെഡ്സ്.
അപ്പോൾ നമുക്കറിയാം ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഹെഡുകളുടെ എണ്ണം എക്സ് വിൽ ഫോളോ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റേഴ്സ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻ ആണ്, ദാറ്റ് ഇസ് 4, ആൻഡ് p എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്, ദാറ്റ് ഇസ് 1/2 ഹിയർ അല്ലെ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് പറയുന്നത് ഹെഡുകളുടെ എണ്ണമാണ് അല്ലെ. അപ്പൊ ഹെഡുകളുടെ എണ്ണം എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി അതിന് എഫ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ദാറ്റ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു സ്മോൾ എക്സ്, ദാറ്റ് ഈസ് NCX എന്നുള്ള പാറ്റേണിൽ വരികയാണെന്ന് വെച്ചാൽ 4CX p raised to x മീൻസ് ഹാഫ് റേസ് ടു എക്സ്, ക്യൂ ഹാഫ് തന്നെ ആയിരിക്കും അല്ലെ, ഹാഫ് റേസ് ടു 4 - x എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുകയാണ് ഇഫ് എ കോയിൻ ഇസ് ടോസ്ഡ് 4 times വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 2 heads എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹെഡുകളുടെ എണ്ണം 2 ആവണം. അപ്പം 2 ആവുക എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2, ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് is number of heads, x number of heads is equal to 2 എന്നുള്ള പ്രോബബിലിറ്റി നമ്മളിവിടെ കണ്ടാൽ മതി, that is equal to 4c2 half raised to 2 half raised to 4 - 2 എന്ന രീതിയിൽ കണ്ട് നമുക്ക് ആ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പൊ ഇതേ പാറ്റേണിൽ വരുന്ന എക്സ്പെരിമെന്റുകളുടെ എല്ലാം പ്രോബബിലിറ്റീസ് നമുക്ക് ഈ പാറ്റേണിൽ കണ്ടുപിടിക്കും. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ വരാൻ പോകുന്ന മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു ടാർഗറ്റിലേക്ക് ഒരാൾ ഷൂട്ട് ചെയ്യണം, എ മാൻ ഇസ് ഷൂട്ടിംഗ് അറ്റ് എ ടാർഗറ്റ്. അപ്പോൾ ടാർഗറ്റിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 പോസിബിലിറ്റീസ് ഉണ്ട്, ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യാം, നമുക്ക് മിസ്സാവാം അല്ലെ. അപ്പൊ ഹിറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് എ ടാർഗറ്റ് ഇസ് ഒരു 0.3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ആൻസർ നമ്മളോട് ചോദിക്കുകയാണ് ഇഫ് വി റിപ്പീറ്റ്സ് ദിസ് എക്സ്പെരിമെന്റ്, ഇഫ് വി ഷൂട്ട് അറ്റ് ദ ടാർഗറ്റ് 7 times 7 പ്രാവശ്യം ഷൂട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഒരു ടാർഗറ്റിലേക്ക് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന റാൻഡം എക്സ്പെരിമെന്റ്, അതൊരു ബെർണോളി ട്രയൽ ആണ് അല്ലെ. അതിനെ നമ്മൾ 7 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഹിറ്റിംഗ് ദ ടാർഗറ്റ് ട്വൈസ്, 2 പ്രാവശ്യം ഹിറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ട്വൈസ് എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു 2 കാണണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങിയത് 2 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ പ്രോബബിലിറ്റി കാണും. അപ്പൊ ഇവിടെ പ്രോബബിലിറ്റി കാണാനുള്ള PMF കാണാനുള്ള മെത്തേഡ് എന്താണ്, ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ദെർഫോർ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് നമുക്ക് എങ്ങനെ എഴുതാം, NCX, that is 7CX p raised to x, p is 0.3 raised to x, q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 1 - p ആണ് അല്ലെ, 1 - 0.3 ആയിരിക്കും, that is 0.7 raised to 7 - x. ഇതാണ് x, അതായത് ഹിറ്റുകളുടെ എണ്ണം സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി. സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ട് ഒരു കാര്യം അറിയാമെങ്കിൽ എക്സ് 2 ആവാനോ 3 ആവാനോ എന്താവാനുള്ള പ്രോബബിലിറ്റി നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോബ്ലം കണ്ടാൽ അത് ബൈനോമിയൽ ആണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ അതിന്റെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതിൽ ഏതൊരു ഡിസ്ട്രിബ്യൂഷനും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് ആ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താണ്, അതുമാതിരി ആ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് എന്താണ്, ആൻഡ് ആ ഡിസ്ട്രിബ്യൂഷന്റെ MGF എന്താണ്. ഈ 3 കാര്യങ്ങൾ ഏതൊരു ഡിസ്ട്രിബ്യൂഷൻ പഠിക്കുമ്പോഴും നമുക്ക് മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് NP ആണ്. എന്നും പിയും പാരാമീറ്റർ ആയിട്ട് വരുന്ന ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ ഇസ് NP, ആൻഡ് വേരിയൻസ് V of x is equal to NPQ, N into P into Q ആണ്. MGF of a binomial distribution, Mx of t is equal to Q plus P e raised to t whole raised to n. അപ്പൊ ഇതൊക്കെ ആക്ച്വലി നമ്മൾ കണ്ടുപിടിക്കണം, ഡിറൈവ് ചെയ്തെടുക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, സമ്മേഷൻ ഓവർ എക്സ്, എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്നൊക്കെ ചെയ്ത് ഡിറൈവ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഇതിന്റെ വാല്യൂസ് എന്താണ് അതിന്റെ എക്സ്പ്രഷൻസ് എന്ന് മാത്രം ഞാൻ പറഞ്ഞു പോവുകയാണ്. അപ്പൊ മീൻ എന്താണ് ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ഇസ് ഈക്വൽ ടു NP, variance is equal to NPQ, and MGF is equal to Q plus P e raised to t whole raised to n. അപ്പം MGF പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ത് പ്രോപ്പർട്ടി ഉണ്ട്? എഡിറ്റീവ് പ്രോപ്പർട്ടി. എഡിറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ
നമ്മളെ കയ്യിൽ രണ്ട് ഇൻഡിപെൻഡന്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് ബൈനോമിയൽ ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ റാൻഡം വേരിയബിൾസിന്റെ സമ്മും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് സം ഓഫ് രണ്ട് എന്നില്ല, എത്ര റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിലും, അതായത് സം ഓഫ് n ഇൻഡിപെൻഡന്റ് ബൈനോമിയൽ റാൻഡം വേരിയബിൾസ് ഇസ് അഗെയിൻ എ ബൈനോമിയൽ റാൻഡം വേരിയബിൾ. Sum of two binomial random variables is again a binomial random variable. അതായത് x follows binomial distribution with parameter n1, p. p എല്ലാത്തിലും ഇവിടെ സെയിം ആയിരിക്കണം. n1 മാത്രമാണ് ഇവിടെ മാറാൻ പാടുള്ളൂ. And y follows a binomial distribution with parameter n2, p. And if x and y are independent, we can say x plus y will follow a binomial distribution with parameter n1 plus n2, p. അപ്പോൾ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന് ഒരു പ്രോപ്പർട്ടി, എഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൂവ്മെന്റ്സ് ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതായത് റെക്കറൻസ് റിലേഷൻ, സെൻട്രൽ മൂവ്മെന്റുകളുടെ റെക്കറൻസ് റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം ഫോർ എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. If x follows b and p, x follows a binomial distribution, then mu r plus 1. Mu r plus 1 means r plus 1th central moment ആണ്. r plus 1th central momentനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, mu r plus 1 എന്ന് പറയുന്നത്. അപ്പം for a binomial distribution, mu r plus 1 is equal to pq into n r mu r minus 1 plus d mu r by dp. അപ്പം മ്യൂ ആർ എന്ന് പറയുന്നത് ആർത്ത് സെൻട്രൽ മൂവ്മെന്റിനെ നമ്മൾ എങ്ങനെ എഴുതും? ഇറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ റേസ് ടു ആർ. ഇങ്ങനെയാണ് നമ്മൾ ഫോർ എനി സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫോർ എനി പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, മ്യൂ ആർ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഹോൾ റേസ് ടു ആർ ആണ്. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ മ്യൂ ആർ പ്ലസ് 1. ഇനി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻ ടേംസ് ഓഫ് മ്യൂ ആർ ആൻഡ് മ്യൂ ആർ മൈനസ് 1. ദാറ്റ് ഈസ് പി ക്യൂ ഇൻറ്റു nr mu r minus 1 plus d mu r by dp. ഇങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൂവ്മെന്റ്സ് ഉള്ളത്. ഇനി അടുത്തത് നമ്മൾ റെക്കറൻസ് റിലേഷൻ ഫോർ ബൈനോമിയൽ പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ റെക്കേർഷൻ ഫോർമുല ഫോർ ബൈനോമിയൽ പ്രോബബിലിറ്റീസ് എന്ന് പറയും. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് അറിയുമെങ്കിൽ എങ്ങനെയാണ് എഫ് ഓഫ് എക്സ് പ്ലസ് 1 എഴുതുന്നത്, അങ്ങനെയുള്ള കാര്യമാണ് ഈ റെക്കേർഷൻ ഫോർമുല നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ഇഫ് എക്സ് ഫോളോസ് ബി എൻ പി, then f of x plus 1 is equal to n minus x divided by x plus 1 into p by q into f of x. അപ്പം ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലുള്ള റെക്കറൻസ് റിലേഷൻ അല്ലെങ്കിൽ ഫോർ ബൈനോമിയൽ പ്രോബബിലിറ്റീസ് ആർ റെക്കേർഷൻ ഫോർമുല ഫോർ ബൈനോമിയൽ പ്രോബബിലിറ്റീസ്. ഇതൊക്കെ പ്രൂവ് ചെയ്യാൻ കൂടി നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തതായിട്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന മറ്റൊരു കാര്യമാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് ഓഫ് എ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫോർ എനി ഡിസ്ട്രിബ്യൂഷൻ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് ഇസ് ദ വാല്യൂ ഓഫ് ദി റാൻഡം വേരിയബിൾ എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് മാക്സിമം. അതിന്റെ പ്രോബബിലിറ്റി ഫംഗ്ഷനെ മാക്സിമൈസ് ചെയ്യുന്ന എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ മോഡ് എന്ന് പറയുന്നത്. അപ്പം സാധാരണ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്നത് എഫ് ഓഫ് എക്സ് മാക്സിമം ആണെന്നല്ലേ പറയുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്തായിരിക്കണം? എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 1 ആയിരിക്കണം. അതേപോലെ എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് 1 ആയിരിക്കണം. ഈ കണ്ടീഷൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ മോഡ് കണ്ടുപിടിക്കുന്നത്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രണ്ട് കണ്ടീഷനും ഉപയോഗിച്ചിട്ട് നമ്മൾ അവസാനം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. ഇഫ് എക്സ് ഇസ് ദ മോഡ്, then np plus p minus 1 less than or equal to x less than or equal to np plus p. ഇങ്ങനെ ഒരു റിലേഷൻ വെച്ചിട്ടാണ്, ഈ ഇൻഇക്വാലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്നത്. ഇഫ് എക്സ് ഇസ് ദ മോഡ്, എക്സിന്റെ വാല്യൂ എങ്ങനെയായിരിക്കും? എൻ പി പ്ലസ് പി മൈനസ് 1ന്റെയും എൻ പി പ്ലസ് പിയുടെയും ഇടയിലായിരിക്കും. ഇങ്ങനെ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡ് കണ്ടുപിടിക്കും, എന്നും പിയും അറിയുമെങ്കിൽ. നമ്മൾ അടുത്ത് നോക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് പോയിന്റ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പോൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്പെഷ്യൽ കേസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ.
അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളൊരു ബെർണോളി ട്രയലിനെ n ടൈംസ് റിപ്പീറ്റ് ചെയ്യണു എന്ന് പറഞ്ഞു. ഇവിടെ വെറും ഒരു ബെർണോളി ട്രയൽ മാത്രമാണ് എടുക്കുന്നത്. അതായത് നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് n is equal to 1 എന്ന് വരുന്നതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്പെഷ്യൽ കേസായിട്ട് വരുന്ന ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ. അതായത് x will follows a binomial distribution with parameter 1, p. ഇതാണ് ശരിക്ക് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്, അതിന്റെ PMF എന്തൊക്കെയാന്ന് നോക്കാം. അപ്പോൾ n 1 ആയതുകൊണ്ട് തന്നെ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന വാല്യൂസ് റാൻഡം വേരിയബിൾ x അസ്യൂം ചെയ്യുന്ന വാല്യൂസ് 0ഉം 1ഉം ആണ്. ആൻഡ് ദ PMF is given by f of x, that is equal to probability of capital X is equal to small x is equal to p raised to x into q raised to 1 minus x. X is equal to 0, 1. 0 less than p less than 1 and q is equal to 1 minus p. അപ്പോൾ ഈ ഫോമിൽ വരുന്ന ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബെർണോളി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, വേരിയൻസ്, MGF എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മീൻ ഓഫ് ദി ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പെക്ടേഷൻ ഓഫ് x is equal to p. Variance of the Bernoulli distribution, V of x is equal to PQ, and its MGF, Mx of t is equal to Q plus P e raised to t. അപ്പോൾ ഇങ്ങനെയാണ് ബെർണോളി ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, വേരിയൻസ് ആൻഡ് MGF വരുന്നത്. നമ്മൾ അടുത്ത് നോക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇപ്പൊ x എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ അസ്യൂം ചെയ്യുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര, അത് അപ് ടു ഇൻഫിനിറ്റി വരെ വാല്യൂസ് പോകുന്ന വാല്യൂസ് എടുക്കുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് നമ്മുടെ പോയ്സോൺ റാൻഡം വേരിയബിൾ. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷന്റെ PMF is given by f of x is equal to this probability of capital X is equal to small x, which is equal to e raised to minus lambda, lambda raised to x by x factorial, and x is equal to 0, 1, 2, 3 etc. and lambda is greater than 0. Lambda ഒരു പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും. ഇങ്ങനെ PMF ഉള്ള ഒരു റാൻഡം വേരിയബിളിനെ നമുക്ക് പറയാം ഇറ്റ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ. അതിന് നമ്മൾ x ഫോളോസ് p ലാംഡ എന്നാണ് എഴുതുന്നത്. ഇപ്പൊ ലാംഡയാണ് നമ്മൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനത്തെ റാൻഡം വേരിയബിൾസ് ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പൊ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് ഇപ്പൊ നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ആൻ ഇവന്റ് ഇൻ ആൻ ഇന്റർവെൽ, നമ്പർ ഓഫ് ഒക്കറൻസസ് ഓഫ് ആൻ ഇവന്റ് ഇൻ ആൻ ഇന്റർവെൽ ഓഫ് ടൈം. ഒരു ഇന്റർവെലിന്റെ ഉള്ളിൽ നടക്കുന്ന ഇവന്റുകളുടെ ഒക്കറൻസുകളുടെ എണ്ണമാണ് എന്ത് പറയുന്നത് ബൈനോമിയൽ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനത്തെ റാൻഡം വേരിയബിൾസ് ആണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുക? നമുക്കൊരു ടൈം പീരിയഡ് തന്നിട്ടുണ്ട്. അതായത് ഒരു 20 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു ബാങ്കിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ടൈം ഇന്റർവെലിൽ ഒരു ടെലിഫോണിൽ വരുന്ന കോളുകളുടെ എണ്ണം, അല്ലെ? അപ്പൊ അതിന്റെയൊക്കെ എണ്ണങ്ങൾ അത് ഫോളോ ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഓൾസോ കോൾഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവന്റ്സ്. വളരെ അപൂർവമായിട്ടുള്ള സംഭവങ്ങളുടെ ഡിസ്ട്രിബ്യൂഷനായിട്ടും പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയും. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റയർ ഇവന്റ്സ്, അതായത് നമ്പർ ഓഫ് പ്ലെയിൻ ആക്സിഡന്റ്സ് occurring in a city in a year, that follows a Poisson distribution. Number of deaths due to horse kicks in a country, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതായത് അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് കൂടി നമ്മൾ ആരെ പറയുന്നു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനെ പറയുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്താന്ന് നോക്കാം. മീൻ ഓഫ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പെക്ടേഷൻ ഓഫ് x is equal to lambda. Variance of a Poisson distribution, V of x is also equal to lambda, and MGF of a Poisson distribution, Mx of t is equal to e raised to lambda into e raised to t minus 1. ഇതൊക്കെയാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, വേരിയൻസ് ആൻഡ് MGF. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ മീൻ is equal to variance is equal to its parameter. അപ്പൊ അതിന്റെ പാരാമീറ്റർ എന്താണോ അത് തന്നെയായിരിക്കും അതിന്റെ മീനും വേരിയൻസും.
പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന് പാരാമീറ്റർ ഇപ്പോൾ 2 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മീനും വേരിയൻസും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും. അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത. ഇനി അടുത്തതായിട്ട് നമ്മൾ പോയ്സോൺ അപ്രോക്സിമേഷൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് നോക്കുന്നത്. അതായത് നമ്മൾ പോയ്സോൺ ബൈനോമിയൽ റാൻഡം വേരിയബിളിനെ പോയ്സോൺ റാൻഡം വേരിയബിൾ ആയിട്ട് എപ്പോഴാണ് അത് മാറുന്നത്, അല്ലെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എപ്പോഴാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് മാറുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ ടെൻഡ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അത് എപ്പോഴാണ് സംഭവിക്കുന്നത് നോക്കാം അല്ലെ. അപ്പം നമ്മുടെ കയ്യിൽ ഒരു ബൈനോമിയൽ റാൻഡം വേരിയബിൾ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ബൈനോമിയൽ റാൻഡം വേരിയബിളിന്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? എന്നും പിയും ആണ്. അപ്പൊ എന്നും പിയും എന്ത് മാറ്റം വരുമ്പോഴാണ് അത് പോയ്സോൺ ആവണം നോക്കാം. Binomial distribution will tend to Poisson distribution if n is large. n is very large. അതായത് n-ന്റെ വാല്യൂ വളരെ അധികമാവണം അല്ലെ. ദാറ്റ് ഈസ് നമുക്ക് പറയാം n tending to infinity എന്ന് പറയും. ആൻഡ് സെക്കൻഡ്, p is very small. പ്രോബബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് അത് വളരെ ചെറുതാവണം. ദാറ്റ് മീൻസ് p tends to 0. Then third one, n into p. That is equal to lambda, a finite quantity. എന്നും പിയും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി കിട്ടും വേണം. അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വിൽ ടെൻഡ് ടു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ എപ്പോഴാണ് ബൈനോമിയൽ പോയ്സോൺ ആവണേ? വെൻ n is large, p is very small and np is equal to lambda, a finite quantity. ഇനി പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനിൽ ഇതേപോലെയുള്ള പിന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ പോലെയുള്ള ഒരു കാര്യമാണ് റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ്. അതെന്താന്ന് നോക്കാം. ഫോർ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ, റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ് ഇസ് mu r plus 1. That is r plus 1th central moment is equal to lambda into r mu r minus 1 plus d mu r by d lambda. അപ്പൊ ഇങ്ങനെയാണ് റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ് എഴുതുന്നത്. അതായത് ആർ പ്ലസ് 1th സെൻട്രൽ മൊമെന്റിനെ എങ്ങനെയാണ് അതിന്റെ ലോവർ ഓർഡറിലുള്ള സെൻട്രൽ മൊമെന്റ്സിന്റെ ടേംസിൽ എഴുതുക, ദാറ്റ് ഈസ് മ്യൂ ആറിന്റെയും മ്യൂ ആർ മൈനസ് 1ന്റെയും ടേംസിൽ എഴുതുക എന്നാണ് ഈ റിലേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുമാതിരി റെക്കറൻസ് റിലേഷൻ ഫോർ പോയ്സോൺ പ്രോബബിലിറ്റീസ് എന്താണെന്ന് നോക്കാം. അതായത് ഇഫ് എക്സ് ഫോളോസ് പി ലാംഡ, ദെൻ എഫ് ഓഫ് എക്സ് പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1 ഇൻറ്റു എഫ് ഓഫ് എക്സ്. അതായത് ഇവിടെ എഫ് ഓഫ് എക്സ് അറിയുമെങ്കിൽ എങ്ങനെയാണ് അതിന് എഫ് ഓഫ് എക്സ് പ്ലസ് 1 എഴുതുക എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് എഫ് ഓഫ് 0 അറിയെങ്കിൽ എഫ് ഓഫ് 1 നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം. എഫ് ഓഫ് 1 അറിയുമെങ്കിൽ എഫ് ഓഫ് 2 കണ്ടുപിടിക്കാം. അതൊക്കെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. പിന്നെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രോപ്പർട്ടി കൂടി നമുക്ക് പറയാം, ദാറ്റ് ഈസ് എഡിറ്റീവ് പ്രോപ്പർട്ടി. അത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ള പോലെ തന്നെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും ഒരു എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അതായത് എഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് എക്സ് ഫോളോസ് പി ലാംഡ 1 ആൻഡ് വൈ ഫോളോസ് പി ലാംഡ 2 ആൻഡ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡന്റ് then x plus y will follow a Poisson distribution with parameter lambda 1 plus lambda 2. അതാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനും എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. ഇപ്പൊ 2 റാൻഡം വേരിയബിൾസിന്റെ കേസിലാണ് നമ്മൾ പറഞ്ഞത്. ഇതിനെ നമുക്ക് എത്ര റാൻഡം വേരിയബിൾസിന്റെ കേസിലേക്ക് വേണിച്ചാലും എക്സ്റ്റെൻഡ് ചെയ്യാം. അപ്പം ഇവിടെയുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ എടുക്കുന്ന റാൻഡം വേരിയബിൾസ് എല്ലാം തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ്. എഡിറ്റീവ് പ്രോപ്പർട്ടിക്കുള്ള ഒരു കണ്ടീഷനാണ് the random variable should be independent എന്നുള്ളത്. നമ്മൾ അടുത്ത് നോക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ. അതായത് ഡിസ്ക്രീറ്റ് കേസിലുള്ളത്. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കണ്ടിന്യൂസ് കേസിലും വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്രീറ്റ് കേസിലുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ അടുത്തൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ എക്സ് ഉണ്ട്. അതെടുക്കുന്ന വാല്യൂസ് ഇപ്പം 1, 2, 3 എക്സെട്ര അപ് ടു n ഡിഫറെന്റ് വാല്യൂസ് ആണ് ഇത് എടുക്കുന്നത്. ദെൻ ഇറ്റ്സ് പി എം എഫ് ഇസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു probability of capital X is equal to X, that is equal to 1 by n, where X is equal to 1, 2, 3 etc. up to n. അപ്പോൾ ഇങ്ങനെ പി എം എഫ് വരുന്ന ഒരു റാൻഡം വേരിയബിൾ ആണ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു റാൻഡം വേരിയബിൾ നോക്കാം. നമ്മളൊരു ഡൈ ത്രോയിങ് എക്സ്പെരിമെന്റ് ആണ് നോക്കുന്നത്. ഡൈ ത്രോ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഫേസ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6 ഇതൊക്കെയാണ് അതിന്റെ ഫേസ് നമ്പേഴ്സ് വരുന്നത്.
അല്ലേ? അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിട്ട് ഫേസ് നമ്പറുകൾ കൊടുക്കാം. ഫേസ് നമ്പർ, ഏത് ഫേസ് നമ്പർ വരുന്നതിന് നമ്മൾ ഫേസ് നമ്പറിനെ ഞാൻ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആയിട്ട് കൊടുത്തു. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരിക്കും? 1, 2, 3, 4, 5, 6. അങ്ങനെയാണെന്ന് വെച്ചാൽ വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? അതായത് എൻ്റെ റാൻഡം വേരിയബിൾ ഓരോ ഫേസ് നമ്പർ എടുക്കാനുള്ള അല്ലേ, അതായത് വാല്യൂ ഫേസ് നമ്പർ എടുക്കാനുള്ള പ്രോബബിലിറ്റി ആണ് ചോദിക്കുന്നത്. അതായത് x1 എന്ന് പറയുന്ന വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി, 2 എടുക്കാനുള്ള പ്രോബബിലിറ്റി, 3 എടുക്കാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ ഓരോ വാല്യൂ എടുക്കാനുള്ള പ്രോബബിലിറ്റി എന്തായിരിക്കും? എല്ലാം സെയിം ആയിരിക്കും അല്ലേ? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1/6. അപ്പോൾ ഇത് അതൊരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഫേസ് നമ്പർ എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂഷനാണ്. നമുക്ക് യൂണിഫോം ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും MGFും നോക്കാം. മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n+1 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു n² - 1/12 and MGF of the random variable x, mx of t is equal to 1/n into e raised to t into e raised to nt minus 1 divided by e raised to t minus 1. നമ്മൾ അടുത്ത് നോക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ആണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം. അതായത് ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ assuming values 0, 1, 2, 3 etc. up to infinity, and if PMF of x is given by f of x is equal to, that is probability of capital X is equal to small x is equal to q raised to x into p, x is equal to 0, 1, 2, 3 etc. 0 less than p less than 1, q is equal to 1 minus p, then x is said to follow a geometric distribution. Geometric distributionന്റെ PMFന്റെ ഫോം നോക്കണം. q raised to x into p എന്നാണ് PMF വരുന്നത് when x takes the value 0, 1, 2, 3 etc. നമുക്ക് എങ്ങനത്തെ റാൻഡം വേരിയബിൾസ് ആണ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഒരു റാൻഡം എക്സ്പെരിമെന്റ് കൺസിഡർ ചെയ്യാണ്, വിച്ച് ഇസ് എ ബെർണോളി ട്രയൽ. ഒരു ബെർണോളി ട്രയൽ ആണത്. അതായത് അതിന്റെ ഔട്ട്കമ്മുകളെ നമുക്ക് സക്സസ് എന്നും ഫെയിലിയർ എന്നും ക്ലാസിഫൈ ചെയ്യാവുന്ന ഒരു റാൻഡം എക്സ്പെരിമെന്റ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പി. പി ആണ് നമ്മൾ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു റാൻഡം എക്സ്പെരിമെന്റിനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് അണ്ടിൽ ഐ ഗെറ്റ് ദ ഫസ്റ്റ് സക്സസ്. ആദ്യത്തെ സക്സസ് കിട്ടുന്നത് വരെ ഈ റാൻഡം എക്സ്പെരിമെന്റിനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ സാമ്പിൾ സ്പേസ് എങ്ങനെയാവും എന്ന് നോക്കാം. അപ്പൊ സാമ്പിൾ സ്പേസിൽ ആദ്യത്തെ സക്സസ് കിട്ടുന്നത് വരെ റിപ്പീറ്റ് ചെയ്യുക എന്ന് പറയും. ഒന്നില്ലെങ്കിൽ ആദ്യം തന്നെ സക്സസ് വരാം, അല്ലെങ്കിൽ ഫെയിലിയർ സക്സസ്, 2 ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ട് സക്സസ് വരാം, 3 ഫെയിലിയേഴ്സ് കഴിഞ്ഞിട്ട് സക്സസ് വരാം. അതായത് ഇതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് നീണ്ടുപോകും അല്ലെ? അങ്ങനെയാണ് നമ്മുടെ സാമ്പിൾ സ്പേസ് വരുന്നത്. ഈ സാമ്പിൾ സ്പേസിലാണ് ഞാൻ എക്സ് എന്ന് പറഞ്ഞ ഒരു റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്, ആദ്യത്തെ സക്സസിന് മുമ്പ് വരുന്ന ഫെയിലിയറുകളുടെ എണ്ണമാണ് ഞാൻ എടുക്കുന്നത് പ്രിസീഡിങ് ഫസ്റ്റ് സക്സസ് അല്ലെ? അപ്പൊ ഈ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ആണ് എന്ത് ഫോളോ ചെയ്യുന്നത്? ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. ദെൻ എഫ് ഓഫ് എക്സ്, എക്സിന്റെ PMF is given by, that is probability of capital X is equal to small x. അതായത് സക്സസുകളുടെ എണ്ണം, ഫെയിലിയറുകളുടെ എണ്ണം, ആദ്യത്തെ സക്സസ് കിട്ടുന്നതിന് മുമ്പുള്ള ഫെയിലിയറുകളുടെ എണ്ണം സ്മോൾ എക്സ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. ദാറ്റ് ഈസ് q raised to x into p. കാരണം ഒരു സക്സസിനുള്ള പ്രോബബിലിറ്റി p ആണ്, ഒരു ഫെയിലിയറിനുള്ള പ്രോബബിലിറ്റി q ആണ്. അപ്പൊ ഇവിടെ എക്സ് ഫെയിലിയേഴ്സ് വരണമെങ്കിൽ q raised to x വരും, അതിനുശേഷമാണ് ഒരു സക്സസ് വരുന്നത്. അതുകൊണ്ട് p, where x is equal to 0, 1, 2, 3 etc. പക്ഷെ ഇതേപോലെ തന്നെ നമുക്ക് മറ്റൊരു റാൻഡം വേരിയബിൾ, അതായത് എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ട്രയൽസ്, ഇതേ സാമ്പിൾ സ്പേസിൽ നമ്മൾ ട്രയലുകളുടെ എണ്ണമാണ് നോക്കുന്നതെങ്കിൽ, ആദ്യത്തെ സക്സസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ട്രയലുകളുടെ എണ്ണമാണ് നോക്കുന്നതെങ്കിൽ അതും ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതായത് സക്സസുകളുടെ ഫെയിലിയറുകളുടെ എണ്ണം ബിഫോർ ദ ഫസ്റ്റ് സക്സസും ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്പർ ഓഫ് ട്രയൽസ് ടു ഗെറ്റ് ദ ഫസ്റ്റ് സക്സസ്, അതും ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ട്രയലുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ
സക്സസ് കിട്ടാനും വേണ്ടിയിട്ടുള്ള ട്രയലുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെ PMF ഈ ഫോമിലായിരിക്കും. f of x is q raised to x minus 1 into p, where x takes the value 1, 2, 3, etc. അപ്പോൾ ഇതൊരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പാറ്റേണിൽ വന്നാലും q raised to x minus 1 into p, x is equal to 1, 2, 3, etc. എന്ന രീതിയിൽ വന്നാലും അതും ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും MGFും എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ്, മീൻ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ക്യൂ ബൈ പി ആയിരിക്കും. വേരിയൻസ് ഓഫ് എക്സ് വിൽ ബി ഈക്വൽ ടു ക്യൂ ബൈ പി സ്ക്വയർ ആൻഡ് MGF mx of t will be equal to p divided by 1 minus q e raised to t. അപ്പം ഇങ്ങനെയാണ് ഒരു ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ മീൻ, വേരിയൻസ് ആൻഡ് MGF വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ പാറ്റേണിലുള്ള ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. f of x is equal to q raised to x into p, x is equal to 0, 1, 2, 3 എന്ന് വരുന്ന പാറ്റേണിൽ വരുമ്പോഴാണ് മീനും വേരിയൻസും MGFും നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. അടുത്തതായിട്ട് നമ്മൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷന്റെ ഒരു സ്പെഷ്യൽ പ്രോപ്പർട്ടി ആണ് നോക്കുന്നത്. ഇറ്റ് ഇസ് കോൾഡ് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി ഓഫ് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ എന്താണ് നോക്കാം. അതായത് ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി പറയുന്നത് ഇഫ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ് പ്ലസ് ടി ഗിവൺ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എസ്, ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി, വേർ എസ് കോമ ടി, എസും ടിയുടെയും വാല്യൂസ് 0, 1, 2, 3, etc. ഇങ്ങനത്തെ വാല്യൂസ് ആയിരിക്കും എസും ടിയും എടുക്കുന്നത്. അപ്പം ഇത് ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷനുള്ള ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്, ലാക്ക് ഓഫ് മെമ്മറി പ്രോപ്പർട്ടി. നമ്മൾ അടുത്തായിട്ട് നോക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അതിന്റെ ഡെഫിനിഷൻ എന്താണ് നോക്കാം. ലെറ്റ് എക്സ് ബി എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ assuming values 0, 1, 2, 3, etc. to infinity, and if PMF of x is given by f of x, that is equal to probability of capital X is equal to x. This is equal to x plus r minus 1 CR p raised to r q raised to x. x എടുക്കുന്ന വാല്യൂസ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 0, 1, 2, 3, etc. up to infinity. 0 less than p less than 1, q is equal to 1 minus p, and r is equal to 1, 2, 3, etc. അപ്പം ഇതാണ് ഇങ്ങനെയുള്ള PMF ഉള്ള ഒരു റാൻഡം വേരിയബിൾ ഫോളോസ് എ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം എങ്ങനത്തെ റാൻഡം വേരിയബിൾസ് ആണ് നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ജോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയപ്പോൾ പറഞ്ഞു ഒരു ബെർണോളി ട്രയലിനെ നമ്മൾ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുകയാണ് അൺടിൽ ദ ഫസ്റ്റ് സക്സസ് എപ്പിയേഴ്സ്, അല്ലേ? അതേപോലെ തന്നെ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ആർത്ത് സക്സസ് വരാനാണ്. അതായത് നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ആർത്ത് സക്സസ്. ആ റാൻഡം വേരിയബിൾ എക്സ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് preceding the rth success. ഇത് ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർ ക്യൂ ബൈ പിയും വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആർ ക്യൂ ബൈ പി സ്ക്വയറും ആയിരിക്കും ഫോർ എ നെഗറ്റീവ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ.